എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സഖാവ് വി എസ് അച്യുതാനന്ദൻ കാലത്തിൻ്റെ യവനികയിലേക്ക് മറയുകയാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞു പോവുകയാണ്. സഖാവ് വി എസിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിക്കെതിരെ അണികൾ തന്നെ സമരവുമായി രംഗത്തെത്തിയത് സഖാവ് വി എസിന് വേണ്ടിയിട്ടായിരുന്നു. അത്രത്തോളം ഉണ്ടായിരുന്നു വി എസും പാർട്ടി സഖാക്കളും തമ്മിലുള്ള ആത്മബന്ധം. സഖാവ് വി എസിനെ ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം മുന്നോട്ട് കയറി വന്നപ്പോൾ പോലും വി എസ് എന്ന വൻമരം പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ എന്ന അധികാര കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷമായി നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പലരെയും പാർട്ടി പുറത്താക്കിയപ്പോഴും അദ്ദേഹം നിശബ്ദനായി നോക്കി നിൽക്കുവാനേ സാധിച്ചുള്ളൂ. വി എസിൻ്റെ ജനപ്രതിയിൽ ഭയന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പാർട്ടി അദ്ദേഹത്തിനെ അന്ന് പുറത്താക്കാതിരുന്നത് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എങ്കിലും വി എസിൻ്റെ ജീവിതം ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതത്തിലും ഒരു സമരനായകനായിരുന്നു. അദ്ദേഹം തൊടുത്തുവിട്ട ഓരോ അമ്പുകളും അത് ഇന്നും ജനങ്ങളിൽ തറച്ചു നിൽക്കുകയാണ്. അതുപോലൊരു പരാമർശമായിരുന്നു വി എസ് നടത്തിയ ലവ് ജിഹാദ് എന്ന ആരോപണം. ആ ആരോപണം ഇന്നും നമ്മുടെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നും കേരള ലൈവായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സഖാവ് വി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ, അതിൽ ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകൾ എന്ന് ഞാൻ പറയൂ, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ്. നമുക്ക് മീഡിയ വൺ ചാനലിലേക്ക് ചില കമൻറ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, മീഡിയ വൺ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ചില കമൻറ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് എത്രത്തോളം ഇതിൻ്റെ പേരിൽ വെറുക്കുന്ന ആളുകളുണ്ട് എന്ന്. സഖാവ് വി എസ് എന്നും ഒരു ഒറ്റയാനായിരുന്നു. അദ്ദേഹം സ്വന്തം പാർട്ടിക്കെതിരെ പോലും വിപ്ലവം നടത്തിയ ഒരു നേതാവായിരുന്നു. മതികെട്ടാൻമലയിലെ അനധികൃത കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കുന്ന സമയം സ്വന്തം പാർട്ടി ഓഫീസ് കയ്യേറ്റ ഭൂമിയിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അതും പൊളിച്ചടുക്കി. അത്തരത്തിൽ നിരവധി സമരങ്ങളുമായിട്ട് വി എസ് എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ സജീവമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വാർത്തകൾക്കൊരു പഞ്ഞവുമില്ലാത്ത കാലഘട്ടമായിരുന്നു ആ കയ്യേറ്റം ഒഴിപ്പിക്കൽ കാലഘട്ടമൊക്കെ. എങ്കിലും സഖാവ് വി എസ് പലയിടത്തും തോറ്റുപോയിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരെ സഖാക്കളെ പലരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോഴും സഖാവ് വി എസ് നിഷ്ക്രിയനായി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് പോലും സീറ്റ് നിഷേധിക്കുന്ന തരത്തിലേക്ക് പാർട്ടി വന്നപ്പോഴാണ് ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയത്. അത്തരത്തിലൊരു നേതാവ് ഇനി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അത്രത്തോളം ജനഹൃദയങ്ങളിലിറങ്ങിയ ആഴത്തിലിറങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനി ഉണ്ടാവില്ല. പലപ്പോഴും വി എസിൻ്റെ ചില അമ്പുകൾ, ആ അമ്പുകൾ ചെന്ന് കൊള്ളേണ്ടടുത്ത് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാലവും അവിടെ ഒരു മുറിവായി നീറി നിൽക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് വി എസ് നടത്തിയ ലവ് ജിഹാദ് എന്ന പരാമർശം. ആ പരാമർശം വി എസിന് ശേഷം പലരും ഏറ്റെടുത്തു. PC ജോർജ്, വെള്ളാപ്പള്ളി നടേശൻ, അതേ കണക്ക് നമ്മുടെ പാലാ ബിഷപ്പ്, കൂടാതെ സംഘപരിവാർ, എന്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരെ ഇത് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ സഖാവ് വി എസ് ആണ്. വി എസ് ഓരോ സമരങ്ങളിലൂടെയും തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം TP ചന്ദ്രശേഖരനെ സ്വന്തം പാർട്ടിയുടെ അനുയായികൾ കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ TPയുടെ സഹധർമ്മിണിയായ KK രമയെ പോയി കണ്ട് അവരെ ആശ്വസിപ്പിച്ച് സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തിയ ഒരു നേതാവായിരുന്നു വി എസ്. വി എസിന് പാർട്ടിയല്ലായിരുന്നു, ജനമായിരുന്നു മുഖ്യം. അത് പലപ്പോഴും അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാറുള്ളൊരു ആരോപണങ്ങളിലൊന്നാണ് നമ്മുടെ കിളിരൂർ പീഡന കേസിലെ യഥാർത്ഥ പ്രതികൾ ആരായിരുന്നു എന്ന് ശ്രീ വി എസിന് അറിയാമായിരുന്നു. സഖാവ് വി എസ് അത് മനഃപൂർവ്വം മറച്ചു പിടിച്ചു എന്നാണ് ചിലർ പറയുന്നത്. കാരണം ആ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ തൻ്റെ പാർട്ടി കേരളത്തിൽ മിച്ചമുണ്ടാകില്ല എന്നൊരു ഭയം അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും സഖാവ് വി എസ് ഇനി ഒരു വിപ്ലവ ഓർമ്മ മാത്രമാണ്. അദ്ദേഹം ഇനി നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രങ്ങളിൽ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു പേരായി മാറുമെങ്കിലും അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളും അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഇനിയും കേരളമുള്ള കാലത്തോളം നിലനിൽക്കും. എന്തായാലും സഖാവ് വി എസിന് ആദരാഞ്ജലികൾ. ഇനിയും ഒരു വി എസ് കേരളത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവസാനത്തെ നേതാവായിരുന്നു, അതായത് അവസാനത്തെ സഖാവായിരുന്നു, മനുഷ്യനറിയുന്ന സഖാവായിരുന്നു വി എസ്. വി എസിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ.